നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ബജറ്റിൽ ആവിഷ്കരിച്ച പദ്ധതികൾ ആത്മാർത്ഥമായി നടപ്പിലാക്കാൻ ശ്രമമുണ്ടാകണമെന്ന് പ്രതിപക്ഷം. സ്വപ്നജീവികളുടെ ബജറ്റെന്ന് BJP. സ്ത്രീ ശാക്തീകരണം ബാല്യത്തിൽ തന്നെ തുടങ്ങാൻ ലക്ഷ്യമിട്ട് ബജറ്റിൽ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതികൾ. പെൺകുട്ടികൾക്ക് സ്വയം സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രബല പദ്ധതിക്ക് തുടക്കമാകും. റിയാസ് മൗലവി വധം പ്രതികളെ ബുധനാഴ്ച തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കും. കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച P. കരുണാകരൻ MP സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് കലക്ടറേറ്റിന് മുന്നിൽ ആദിവാസികൾ നടത്തുന്ന കുടിൽക്കെട്ടി സമരം 30ാം ദിവസത്തിലേക്ക്. അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന ആരോപണം. കേരള NGO അസോസിയേഷൻ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാരുടെ വായ്മൂടിക്കെട്ടി പ്രകടനം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായി ആരോപണം. ഉത്തര കേരളം ഇനി പൂവിളികളുടെയും പൂരക്കളികളുടെയും നാളുകൾ കൊണ്ട് സജീവമാകും. പൂരക്കളിക്കും മറുത്തുകളിക്കും ദേവസ്ഥാനങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. ജില്ലയുടെ സമസ്ത മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പാക്കേജ് ലക്ഷ്യം വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. പദ്ധതികളുടെ നടത്തിപ്പിനായി സുതാര്യവും ക്രിയാത്മകവുമായ തുകയുടെ വിനിയോഗം ഉറപ്പുവരുത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്. 223.19 കോടി ചിലവ് പ്രതീക്ഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ബജറ്റാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയത്. കൃഷിക്കും വിദ്യാഭ്യാസത്തിനും റോഡ് വികസനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും പരിസ്ഥിതി മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരണം. പ്രധാന ജില്ലാ പഞ്ചായത്ത് റോഡുകൾ നവീകരിക്കുന്നതിനായി ബജറ്റിൽ 33 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൃഷി വകുപ്പിൻ്റെ ഇക്കോ ഷോപ്പുകൾ, സഹകരണ സംഘങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിച്ചുകൊണ്ട് വെബ് അധിഷ്ഠിത മാർക്കറ്റ് ആരംഭിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കൃഷി വികസനത്തിനായി 5.2 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു. ചെറുകിട ജലസേചന പദ്ധതികൾക്കായി 1 കോടി രൂപയും പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി 2.77 കോടി രൂപയുടെ പദ്ധതികളും ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ മികച്ച ഫലങ്ങൾ കൈവരിക്കുന്ന കാര്യത്തിന് ജില്ലാ പഞ്ചായത്തിന് ശുഭപ്രതീക്ഷയുണ്ട്. ചെറുകിട ജലസേചന പദ്ധതികൾക്കായി 1 കോടിയോളം രൂപ വകയിരുത്തിയതിലൂടെ ജില്ലയുടെ കാർഷിക മേഖലയ്ക്കും വരൾച്ചയ്ക്കും വലിയൊരളവിൽ ആശ്വാസകരമാകാനുള്ള സാഹചര്യമൊരുക്കാൻ സാധിക്കും. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജില്ലയുടെ ജൈവ സമ്പത്തിനെ പുനരുജ്ജീവിക്കാനുള്ള ശ്രമങ്ങൾക്ക് മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 1 കോടിയോളം രൂപ നീക്കിവെച്ചിട്ടുള്ളത് വലിയ പ്രതീക്ഷയോടെയാണ്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ അവശ്യ വിഭാഗത്തിൻ്റെ കൈകളിലെത്തിക്കാൻ പ്രത്യേക പദ്ധതിയും സ്ത്രീ സുരക്ഷയ്ക്കായി പ്രബല എന്ന പദ്ധതിയും ആവിഷ്കരിച്ചു. ഭിന്നലിംഗക്കാരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് മിത്ര പദ്ധതി ആവിഷ്കരിച്ച് തൊഴിൽ പരിശീലനം നൽകാനും ബജറ്റിൽ ലക്ഷ്യമിടുന്നു. അതോടൊപ്പം ജില്ലയിലെ ഉദ്യോഗസ്ഥരുടെ അഭാവത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി സിവിൽ സർവീസ് അക്കാദമി മാതൃകയിലുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കുതിപ്പ് വിഷൻ 2030 എന്ന പേരിൽ കായിക മേഖലയ്ക്കായി പ്രത്യേക പദ്ധതിയും അവതരിപ്പിച്ചു. എല്ലാവർക്കും ഭവനം ലക്ഷ്യമിട്ട് 2000ഓളം ഭവനങ്ങളുടെ നിർമ്മാണം പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി കൈകോർത്തുകൊണ്ട് 9 കോടി രൂപയും വകയിരുത്തി. സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുന്ന പക്ഷം ജില്ലയുടെ വികസന ചരിത്രത്തിൽ നായികക്കല്ലാകാൻ സാധ്യതയുള്ള നിരവധി പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ സമർപ്പണ മനോഭാവവും ഭരണകർത്താക്കളുടെ ജാഗ്രതയും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നാടിനും പൗരനും അവർ അർഹിക്കുന്ന വികസന മുന്നേറ്റം സാധ്യമാകുകയുള്ളൂ എന്നതും യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് KCN. സ്ത്രീ ശാക്തീകരണം ബാല്യത്തിൽ തന്നെ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതികൾ. പെൺകുട്ടികൾക്ക് സ്വയം സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രബല പദ്ധതിക്ക് തുടക്കമാകും. പ്രൈമറി തലം മുതലുള്ള കുട്ടികളുടെ നൈസർഗികമായ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ അടിത്തറ ലക്ഷ്യമിടുന്ന സമഗ്ര പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും പെൺകുട്ടികൾക്ക് സ്വയം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായി പ്രബല എന്ന പദ്ധതിക്കായി തുക വകയിരുത്തി. കരാട്ടെ, തൈക്കോണ്ടോ, കളരി, യോഗ ഉൾപ്പെടെയുള്ളവയുടെ പരിശീലനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ വിശ്രമമുറിയൊരുക്കാനും വിശ്രാന്തി എന്ന പദ്ധതിക്കും തുക വകയിരുത്തി. മാറിയ സാമൂഹിക സാഹചര്യത്തിൽ ആശങ്കകൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ പുത്തനുണർവ് നൽകുകയെന്ന ലക്ഷ്യത്തോടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൗൺസിലിംഗ് ഉറപ്പുവരുത്തുന്ന ശ്രദ്ധ പുതിയ ചുവട് എന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCN.
മദ്രസ അധ്യാപകൻ റിയാസിന്റെ വധവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് മാർച്ച് 29 നടക്കും. അന്വേഷണ സംഘം കോടതി മുൻപാകെ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. അതേസമയം കമ്പാർ പീരിയഡ് ആയുധശേഖരവും ഭക്ഷണപ്പൊതികളും കണ്ടെത്തിയ സ്ഥലം പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലമാണെന്നും സൂചനയുണ്ട്. മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ബുധനാഴ്ച തിരിച്ചറിയൽ പരേഡിന് വിധേയരാക്കും. കേളുകുട്ടെ സ്വദേശികളായ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെയാണ് തിരിച്ചറിയൽ പരേഡിന് വിധേയരാക്കാൻ കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. തിരിച്ചറിയൽ പരേഡിന് പ്രതികളെ വിധേയരാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി സ്വീകരിച്ച ശേഷം കോടതി തിരിച്ചറിയൽ പരേഡിന് അനുമതി നൽകുകയായിരുന്നു. കൊല നടന്ന സ്ഥലത്ത് പ്രതികളെ കണ്ട പള്ളി ഖത്തീഫ്, അബ്ദുൾ അസീസ് വഹാബി, കൊലക്കേസിലെ പരാതിക്കാരൻ എന്നിവരാണ് പ്രതികളെ തിരിച്ചറിയേണ്ടത്. ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിലായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടക്കുക എന്നാണ് സൂചന. അതേസമയം മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കമ്പാർ പീരിയഡ് പാതയോട് ചേർന്ന ഒഴിഞ്ഞ പറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്നും വാളും ഇരുമ്പ് പൈപ്പുകളും വടികളും അടങ്ങുന്ന ആയുധശേഖരം പോലീസ് പിടിച്ചെടുത്ത സ്ഥലത്ത് റിയാസ് മൗലവി വധക്കേസിലെ 2 പ്രതികൾ ഒളിവിൽ കഴിഞ്ഞതായാണ് സൂചന. ഇവരെ സംരക്ഷിക്കാനായി 2 പേരുടെ നേതൃത്വത്തിൽ ഒരു സംഘം കാവൽ നിന്നതായും അന്വേഷണ സംഘം കരുതുന്നു. ഇവിടെ നിന്നും താൽക്കാലിക ടെന്റ് സ്ഥാപിക്കാനുള്ള സാമഗ്രികളും ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളും പാകം ചെയ്ത ഭക്ഷണവും കണ്ടെത്തിയിരുന്നു. സ്ഥലത്ത് ബിയർ കുപ്പികളും മദ്യക്കുപ്പികളും ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. പ്രതികൾക്ക് ഒളിവിൽ താമസിക്കാൻ അവസരമൊരുക്കി കൊടുത്തു എന്ന് സംശയിക്കുന്ന 2 പേർ അന്വേഷണ സംഘത്തിന്റെ വലയിലാണെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പി. കരുണാകരൻ MP ശനിയാഴ്ച നിർവഹിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച മുതൽ ടോക്കൺ വിതരണം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനും പ്രശ്നങ്ങൾക്കുമൊടുവിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 1 ശനിയാഴ്ച പി. കരുണാകരൻ MP നിർവഹിക്കും. കൗണ്ടർ പ്രവർത്തനത്തിനാവശ്യമായ കമ്പ്യൂട്ടറുകളും ബയോമെട്രിക് ഉപകരണങ്ങളും ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തിച്ചു. ബുധനാഴ്ച മുതൽ ടോക്കൺ വിതരണം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മാർച്ച് 30 ഉദ്ഘാടനം നടക്കുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പ്. എന്നാൽ MP സ്ഥലത്തില്ലാത്തതിനാൽ ഉദ്ഘാടനം ഏപ്രിൽ 1 മാറ്റുകയായിരുന്നു. കാസർഗോഡ് കലക്ടറേറ്റിന് മുന്നിൽ ആദിവാസികൾ നടത്തുന്ന കുടിൽക്കെട്ടി സമരം 30ാം ദിവസത്തിലേക്ക്. കമ്മ്യൂണിറ്റി ഹാൾ വിട്ടുകിട്ടണമെന്നും തങ്ങളുടെ ഊരിൽപ്പെട്ട ആളെ ഊരുമൂപ്പനായി നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തെ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും ആരോപണം. പനത്തടി പഞ്ചായത്തിലെ കോട്ടക്കുന്ന് കോളനിയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ കാസർഗോഡ് കലക്ടറേറ്റിന് മുമ്പിൽ നടത്തുന്ന പട്ടിണി സമരം 1 മാസം പിന്നിടുന്നു. ആദിവാസികൾക്ക് അർഹതപ്പെട്ട കമ്മ്യൂണിറ്റി ഹാൾ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമരരംഗത്തിറങ്ങിയത്. എന്നാൽ സമരം 1 മാസം പിന്നിടുമ്പോഴും അധികാരികൾ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സമരസമിതി കൺവീനർ TK ബാലൻ KCN ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി 1,50,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകിട്ടണം. കമ്മ്യൂണിറ്റി ആൾ വിട്ടുകിട്ടുക. നിലവിലുള്ള ഒരു കുടുംബ മൂപ്പനെ മാറ്റി നമുക്ക് ഈ നിരാകരത്തിൽ കിടക്കുന്ന 5ാമത്തെ ആളാണ് മൂപ്പൻ, അയാളെ നിയമിക്കാനുള്ള തീരുമാനമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതുവരെയായിട്ട് കലക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനങ്ങൾ നമുക്കിതുവരെ ലഭിച്ചില്ല. അപ്പോൾ ഇത് തീരുമാനമാകുന്നവരെ, നീതി ലഭിക്കുന്നവരെ നമ്മൾ നിരാകരണം തുടങ്ങിക്കൊണ്ടുപോകും. 30 ദിവസമായി തുടരുന്ന പട്ടിണി സമരത്തിൽ 5ാമതായി നിരാഹാരമിരിക്കാനെത്തിയ ഊരുമൂപ്പൻ ചാണ അവശ്യനിലയിലാണ്. പനത്തടി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെട്ട മാവുങ്കാൽ കോട്ടക്കുന്ന് ആദിവാസി കോളനിയിൽ പട്ടികവർഗ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ കൈയടക്കി ഉപയോഗിക്കുന്നതായി സമരക്കാർ പരാതിപ്പെടുന്നു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ലെന്ന് ആരോപിച്ചാണ് കോളനി നിവാസികൾ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നത്. അധികാര കേന്ദ്രത്തിന് മുന്നിൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗം നടത്തുന്ന പട്ടിണി സമരം 1 മാസം പിന്നിട്ടിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിനെതിരെ നാട്ടുകാർക്കിടയിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതിയും നാട്ടുകാരും. ന്യൂസ് ഡെസ്ക് KCN. കേരള NGO അസോസിയേഷൻ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാരുടെ വായ്മൂടിക്കെട്ടി പ്രകടനം. ജീവനക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. ജീവനക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിലുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ വായമൂടിക്കെട്ടി പ്രകടനം നടത്തിയത്. സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രകടനം ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. രക്തവും ജീവനും കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഏതൊരു ഗവൺമെന്റിന്റെയും, ഏതൊരു സംഘടനകളെയും, ഏതൊരു പ്രസ്ഥാനത്തിന്റെയും തെറ്റായ ചെയ്തികളെ, തെറ്റായ നടപടികളെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ട് എന്ന് ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ മനസ്സിലാക്കണമെന്നാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളത്.
ചടങ്ങിൽ ഗോപിനാഥൻ, ഇ മീനാകുമാരി, ജയപ്രകാശ്, പി വത്സല, എം മാധവൻ നമ്പ്യാർ, ശശികുമാർ, അരുൺകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അനധികൃത മണൽക്കടത്ത് രൂക്ഷമാകുന്നു. കർണാടകയിൽ നിന്ന് കടത്തുകയായിരുന്ന 8 ടോറസ് ലോറികൾ പിടികൂടി. അനധികൃത മണൽക്കടത്തുകാർക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി മഞ്ചേശ്വരം പോലീസ്. ജില്ലയിൽ അനധികൃത മണൽക്കടത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് കർണാടകയിൽ നിന്നും കടത്തുകയായിരുന്ന മണലുമായി 8 ടോറസ് ലോറികൾ പിടിച്ചെടുത്തത്. മഞ്ചേശ്വരം SI ഇ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഹൊസങ്കടയിൽ വെച്ച് ലോറികൾ പിടിച്ചെടുത്തത്. ലോറി ഡ്രൈവർമാരായ മണി, ആജിത്, മുഹമ്മദ്, ഷംസീർ എന്നിവരെ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് SI ഇ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. വ്യാപക മണൽക്കടത്ത് നടക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ മഞ്ചേശ്വരം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഉത്തര കേരളത്തിൽ ഇനി കാവുകളും കഴകങ്ങളും പൂവിളികളുടെയും പൂരക്കളികളുടെയും നാളുകൾ കൊണ്ട് സജീവമാകും. അനുഷ്ഠാന കലയായ പൂരക്കളിക്കും മറുത്തുകളിക്കും ദേവസ്ഥാനങ്ങളിൽ ഒരുക്കം തുടങ്ങി. പൂരപ്പന്തലുകളും ഉണർന്നു തുടങ്ങി. മെടഞ്ഞോലക്കീറിനുള്ളിലൂടെ അരിച്ചെത്തുന്ന വെളിച്ചവളയങ്ങൾക്കൊത്ത് താളം പിടിച്ച് ചുവടുവയ്ക്കുന്ന ബാല്യക്കാരുടെ ചടുല നടനം കാണണോ? ഇങ്ങ് വടക്കോട്ടേക്ക് വരൂ. കയ്യൂരും പെലിക്കോടും കണ്ടോത്തും വെള്ളാട്ടും തുരുത്തിയിലും മയിച്ചയിലും പുറംപന്തലൊരുക്കി ബാല്യക്കാർ പൂരക്കളി തുടങ്ങുകയായി. പൂരക്കാലം വന്നെത്തിയതോടെ നാട്ടിൽ പൂരാഘോഷത്തിന്റെ അനുബന്ധ ചടങ്ങുകൾ സജീവമാവുകയാണ്. ക്ഷേത്രങ്ങളിലും കാവുകളിലും കഴകങ്ങളിലും പൂരക്കളി നിയന്ത്രിക്കുന്നതിനുള്ള പണിക്കന്മാരെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. നല്ല മുഹൂർത്തവും നാളും നോക്കി പണിക്കരെ കൂട്ടിക്കൊണ്ടുവരുന്നതോടെ തന്നെ പൂരക്കളി നടക്കുന്ന ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും കഴകങ്ങളുടെയും എല്ലാം മതിൽക്കെട്ടിന് പുറത്ത് പന്തലിൽ പൂവിട്ട് പൂരക്കളി തുടങ്ങുന്നു. മതിൽക്കെട്ടിനകത്തേക്ക് മാറുന്നതുവരെ ഈ പന്തലിലാണ് കളി നടക്കുക. പന്തൽ കളി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇഷ്ടദേവതാ വന്ദനം, പൂരമാല, തൊഴുന്നകളി എന്നിവയാണ് പുറപ്പന്തലിൽ ദിവസവും അവതരിപ്പിക്കുക. മതിലകത്തേക്ക് പൂരക്കളി പ്രവേശിക്കുന്നതിനെ കഴകം കയറൽ എന്ന് പറയും. ഇതിനുശേഷം അകപ്പന്തലിൽ വെച്ചായിരിക്കും കളി. കാർത്തിക മുതലുള്ള പൂരക്കളിക്ക് മുമ്പേ തലേന്ന് പൂരക്കളി മർത്തുകളി അവസാനിപ്പിച്ച് പിറ്റേന്നാൾ പണിക്കരെ മുണ്ടേക്കാരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നാണ് പൂരക്കളി തുടങ്ങുന്നത്. അതുവരെ ഇവിടെ പന്തൽ കെട്ടിയാണ് കളി. കളിയിൽ എല്ലാ വർഷവും നല്ല രീതിയിൽ നല്ല ആർഭാടത്തോടുകൂടി തന്നെ കളി ഉണ്ടാകാറുണ്ട്. ഇപ്രാവശ്യം അതുപോലെ തന്നെ നല്ല കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്രാവശ്യം കൂടുതൽ കുട്ടികളും പരീക്ഷയും മറ്റുള്ള വിവാഹം കിട്ടുന്ന ഒരു മാസമാണ് ഇക്കൊല്ലം. അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടാറില്ല. SLC പരീക്ഷയും മറ്റെല്ലാം ആയതുകൊണ്ട് കുട്ടികൾ കിട്ടുന്ന കുറവാണ്. ഇക്കൊല്ലം കൂടുതൽ കുട്ടികളും അതുപോലെ തന്നെ കളിക്കുന്നവരും നല്ലോണമുണ്ട്. അരയിലമർന്ന് വലതുകാൽ മുമ്പിൽ ചവിട്ടി പാട്ടു തുടങ്ങി വലത്തോട്ട് ഓരം പോയി ഇടത്തോട്ട് നീങ്ങി കൈകൊട്ടിമറിഞ്ഞ് തുള്ളിക്കളിക്കുകയാണ് ശരീരനില. ഹരിനമോ നമ, നാരായണോ നമ, തത്തത തെയ്തൈ, ഗുരുനാഥൻ നാഥൻ നമ, നാരായണ നമോ തത്തത തെയ്തൈ എന്ന പാട്ടുപാടി അരയിലമർന്ന് കൈനിവർത്തി വലതു കൈ മടക്കി ചെവിക്കുനേരെ പിടിച്ച് ഇടതുകാൽ ഉയർത്തി വലത്തോട്ടു നീങ്ങി 4 അടി ഓരം പോയി വലത്തേക്കാൽ മുമ്പിൽ വച്ചുള്ള നടനം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പന്തലിൽ കളിക്ക് പണിക്കാർ മാത്രമേ പട്ടെടുത്ത് ഉറുമാൽ കെട്ടു. മറത്ത് കളിക്കാണ് ബാല്യക്കാർ കളരിയിൽ കച്ചകെട്ടലിനെ ഓർമ്മിപ്പിക്കുന്ന പട്ടുറുമാൽ കെട്ടുക. മെയ്വഴക്കം പൂരക്കളിയിൽ അനിഷേധ്യമായ വസ്തുതയാണ്. കളരിയിൽ കച്ചിയും ചുറയും കെട്ടുന്നതിന് സമാനമാണ് പൂരക്കളി പണിക്കരുടെ പട്ടുടുപ്പും ഉറുമാൽ കെട്ടും. വൻകളിയും മറ്റും അവതരിപ്പിക്കണമെങ്കിൽ ശരിയായ മെയ്വഴക്കം സിദ്ധിക്കണം. ഇതിനായി പൂരക്കളി പണിക്കരുടെ അടുക്കൽ നിന്നും കളിക്കാർ മെയ്വഴക്കത്തിനുള്ള പരിശീലനം നേടണം. ചരാചരസ്യ ജനനീ മായാമയീ ചിന്മയീ നിത്യപദാർത്ഥബോധവിദുഷാം ബ്രഹ്മസ്വരൂപാജയാം യസ്യാഹ ദീപ്തിലവേന ബാധി ഭഗവാൻ ഭാനുഷ്യ താരാഗണഃ സാ ശക്തിഃ പ്രദദാതുമക്ഷമതുലം വൈഖരീ വൈഭവം. KST എംപ്ലോയീസ് സംഘിന്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ മാത്രമേ KSRTCയിലെ അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിക്കുകയുള്ളൂവെന്ന് BMS സംസ്ഥാന സെക്രട്ടറി രാജേഷ് പാലക്കാട്. ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTC തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് KST എംപ്ലോയീസ് സംഘ് BMS ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. KST എംപ്ലോയീസ് സംഘിന്റെ ശക്തി വർദ്ധിച്ചാൽ മാത്രമേ KSRTCയിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അവസാനമുണ്ടാവൂ എന്ന് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി രാജേഷ് പാലക്കാട് പറഞ്ഞു.
KST എംപ്ലോയീസ് സംഘിൻ്റെ പ്രവർത്തകർ, കാര്യകർത്താക്കൾ ഒരിക്കലും KSRTC നഷ്ടത്തിലാണ്, പൊടിയാൻ പോകുന്ന ഒരു കപ്പലാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരണം. മറ്റു സംഘടനകൾക്കൊക്കെ തന്നെ അതിന് പ്രത്യേകമായ അജണ്ടയുണ്ട്. ഇത് നഷ്ടത്തിൽ വരുത്തി തീർക്കണം എന്നുള്ള ഒരു പ്രത്യേക ഒരു അജണ്ട ഉള്ളത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ KSRTC നഷ്ടത്തിലാണെന്ന് പറഞ്ഞത്. ചടങ്ങിൽ എം ബാബു അധ്യക്ഷത വഹിച്ചു. KA ശ്രീനിവാസൻ, NCT ഗോപിനാഥൻ, B സത്യനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങൾക്ക് ആശ്വാസമേകി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. അടിസ്ഥാന സൗകര്യം, മാലിന്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം. തൊഴിൽ മേഖലയും ബജറ്റിൽ ചർച്ചാ വിഷയമായി മാറി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 2017-18 ബജറ്റ് അവതരണം ജനങ്ങളിൽ ഏറെ ആശ്വാസം പകർന്നതായിരുന്നു. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയായിരുന്നു ഇത്തവണത്തെ ബജറ്റ്. ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉന്നമനത്തിനും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം, തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാനായി തൊഴിൽ യന്ത്രങ്ങളുടെ ഇറക്കുമതി, ജൈവവള കൃഷിയുടെ പ്രോത്സാഹനം, പാലുൽപാദനം വർദ്ധിപ്പിക്കൽ, ക്ഷീരമേഖലയിലെ സബ്സിഡി എന്നിവയാണ് ബജറ്റിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മമത ദിവാകർ പറഞ്ഞു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മുസ്തഫ ഉദ്യാവാര, ബഹ്റിൻ മുഹമ്മദ്, മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ ആശുപത്രികളുമായി സഹകരിച്ച് ENT വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നവീന സാങ്കേതിക വിദ്യയോടെ സർജറി സൗകര്യം സംഘടിപ്പിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഷാഫി വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ചികിത്സിച്ചു മാറ്റാവുന്ന രോഗങ്ങളാണ് ടോൺസിലും മൂക്കിലെ ദശയും. ഇത്തരം രോഗങ്ങൾക്കായുള്ള സർജറി കേന്ദ്രം ജില്ലയിൽ ആദ്യമായി എത്തിക്കാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും ജില്ലയിലെ പ്രശസ്തമായ ആശുപത്രികളുമായി സഹകരിച്ച് ഇതിനുള്ള സൗകര്യം ഒരുക്കുമെന്നും ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഷാഫി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ നമ്മൾ ഈ ഫീൽഡിൽ, ഈ മേഖലയിൽ പ്രശസ്തരായ, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻറ്റർ കൂടിയാണ് നമ്മുടെ ആലുവയിലെ ഈ ENT സെൻറ്റർ. മറ്റുള്ള ENT ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സെൻറ്റർ കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമുക്ക് കൃത്യമായ പ്രാവീണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗികൾക്ക് നല്ല ചികിത്സ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. നമ്മൾ ഈ ഒരു സംവിധാനം ചിലവേറിയ, ഇതിൻ്റെ എക്യുപ്മെൻറ്റും മെഷീനറീസും ഒക്കെ ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ജില്ലകളിലും അവിടെയുള്ള രോഗികൾക്ക് കൂടി ഈ സംവിധാനം എത്തുന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള പ്രശസ്തമായ ആശുപത്രികളുമായി യോജിച്ചുകൊണ്ട് അവിടെ ഈ സംവിധാനം കൊണ്ടുവരികയാണ്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷാഫി, നിസാമുദ്ദീൻ, ഉമറുൽ ഫറൂഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. വ്യാപാരി വ്യവസായി സമിതിക്ക് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നു. ഫണ്ട് ശേഖരണത്തിനായി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതിക്ക് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നു. ഓഫീസ് നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് ജില്ലാ കൺവെൻഷൻ നടന്നു. കേരള വ്യാപാരി വ്യവസായ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി ES ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ അധ്യക്ഷനായി. ശോഭാ ബാലൻ, E രാഘവൻ, E സത്യൻ, VV ഉദയകുമാർ, രാഘവൻ വെളുത്തോടി തുടങ്ങിയവർ സംസാരിച്ചു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 1 മുതൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 15 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ ദേശീയ, അന്തർദേശീയ താരങ്ങൾ വിവിധ ടീമുകളിലായി മത്സരിക്കാനെത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ 15 വരെ തീയതികളിലായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. LED സംവിധാനത്തിൽ സജ്ജീകരിച്ച എജു വേൾഡ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ 10,000 പേർക്ക് കളി കാണാനായി ഗാലറിയും സജ്ജമാക്കിയിട്ടുണ്ട്. മത്സരഫലവും പ്രധാന രംഗങ്ങളും കളിക്കാരുടെ ചിത്രങ്ങളും ഉൾപ്പെടെ യഥാസമയം പ്രദർശിപ്പിക്കാനുള്ള സാമഗ്രികളും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. ഏപ്രിൽ 1 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ സെബാൻ കോട്ടക്കലിനെ FC ടാസ്കിന് വേണ്ടി AYC ഉച്ചാരക്കടവ് നേരിടും. ഇന്ത്യൻ താരം റാഫി, നൈജീരിയൻ കളിക്കാരായ മുഹമ്മദ്, ഡിമരിയോ, ആൽബർട്ട്, ഐവറി കോസ്റ്റിന്റെ അബ്ദുള്ള തുടങ്ങിയ ദേശീയ, അന്തർദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്കായി ജേഴ്സി അണിയും. മാർച്ച് 29 പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നിന്ന് K7 സോക്കർ വിളംബര ജാഥ സംഘടിപ്പിക്കും. ഏപ്രിൽ 1 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കും. ഇന്ത്യൻ ടീമിന്റെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഗോൾ കീപ്പറായ സന്ദീപ് നന്ദി മുഖ്യാതിഥിയായിരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ നഗരങ്ങളിലും ദേശീയ നഗര ഉപജീവന ദൗത്യം നടപ്പിലാക്കുന്നു. നഗരങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. നീലേശ്വരം നഗരസഭാതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭകളിലും പദ്ധതി നടപ്പിലാക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്
നീലേശ്വരം നഗരസഭയിലും പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ KT ബാലഭാസ്കരൻ പദ്ധതിയുടെ നീലേശ്വരം നഗരസഭാതല ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ 330 അയൽക്കൂട്ടങ്ങൾക്ക് 10,000 രൂപ വീതവും ADSകൾക്ക് 50,000 രൂപ വീതവും വിതരണം ചെയ്തു. നേരത്തെ ജില്ലാ ആസ്ഥാനത്തോ 1 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിലോ മാത്രമായിരുന്നു പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. ഇപ്പോൾ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജില്ലയിൽ കാസർഗോഡിന് പുറമെ നീലേശ്വരത്തും പദ്ധതി നടപ്പിലാക്കുന്നത്. ദൗത്യം നടപ്പിലാക്കുന്നതോടെ നഗരങ്ങളിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയരും. നഗരപ്രദേശങ്ങളിലെ നിർധന വിഭാഗത്തിന് ഉപജീവനം ഉറപ്പാക്കുക, ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുക, തൊഴിൽ രഹിതർക്ക് വരുമാനദായകമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക എന്നിവയാണ് മറ്റു ലക്ഷ്യങ്ങൾ. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ CMO ബൈജു പദ്ധതി വിശദീകരിച്ചു. CDS ചെയർപേഴ്സൺ TV രേണുക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അബ്ദുൽ മജീദ് ചെമ്പരിക്ക, V ഗൗരി, P രാധ, AK കുഞ്ഞികൃഷ്ണൻ, തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ദേശീയ തപാൽ യൂണിയൻ കാസർഗോഡ് ഡിവിഷൻ പഠന ക്യാമ്പ് ചെറുവത്തൂർ അച്ചാന്തൂരത്തിയിൽ നടന്നു. പെൻഷനേഴ്സ് സംഗമവും പഠന ക്യാമ്പിന്റെ ഭാഗമായി നടത്തി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തപാൽ യൂണിയൻ FNPO കാസർഗോഡ് ഡിവിഷൻ ഏകദിന പഠന ക്യാമ്പും പെൻഷനേഴ്സ് സംഗമവും യാത്രയപ്പുമാണ് അച്ചാന്തുരുത്തിയിൽ നടന്നത്. C ബാലകൃഷ്ണൻ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തപാൽ മേഖലയടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഹക്കീം കുന്നിൽ പറഞ്ഞു. ഈ മേഖലയിൽ നവീകരണ പ്രവർത്തനം കാര്യമായി നടത്താത്തത് ഇതിൻ്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KV സുധാകരൻ പരിപാടിയിൽ അധ്യക്ഷനായി. PK ഫൈസൽ, KK രാജേന്ദ്രൻ, മാമുനി വിജയൻ, KP പ്രകാശൻ, PU മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കീർത്തികൃഷ്ണൻ സ്വാഗതവും P വത്സലൻ നന്ദിയും പറഞ്ഞു. സാജിദ് മൗവൽ, M അബ്ദുറഹിമാൻ എന്നിവർ ക്ലാസ് എടുത്തു. പെൻഷനേഴ്സ് സംഗമവും യാത്രയപ്പും C മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ബജറ്റിൽ ആവിഷ്കരിച്ച പദ്ധതികൾ ആത്മാർത്ഥമായി നടപ്പിലാക്കാൻ ശ്രമമുണ്ടാകണമെന്ന് പ്രതിപക്ഷം. സ്വപ്നജീവികളുടെ ബജറ്റെന്ന് BJP. സ്ത്രീ ശാക്തീകരണം ബാല്യത്തിൽ തന്നെ തുടങ്ങാൻ ലക്ഷ്യമിട്ട് ബജറ്റിൽ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതികൾ. പെൺകുട്ടികൾക്ക് സ്വയം സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രബല പദ്ധതിക്ക് തുടക്കമാകും. റിയാസ് മൗലവി വധം പ്രതികളെ ബുധനാഴ്ച തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കും. കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച P കരുണാകരൻ MP സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് കലക്ടറേറ്റിന് മുന്നിൽ ആദിവാസികൾ നടത്തുന്ന കുടിൽക്കെട്ടി സമരം 30ാം ദിവസത്തിലേക്ക്. അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന ആരോപണം. കേരള NGO അസോസിയേഷൻ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാരുടെ വായ്മൂടിക്കെട്ടി പ്രകടനം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായി ആരോപണം. ഉത്തര കേരളം ഇനി പൂവിളികളുടെയും പൂരക്കളികളുടെയും നാളുകൾ കൊണ്ട് സജീവമാകും. പൂരക്കളിക്കും മറുത്തുകളിക്കും ദേവസ്ഥാനങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.